ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ യാത്ര പോവുകയായിരുന്നു കഴുതപ്പുറത്ത്. അപ്പോഴാണ് കുറെ ജനങ്ങൾ ഒരു മരത്തിനെ ആരാധിക്കുന്നത് കണ്ട്. ഇദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. എന്തായാലും ഈ മരം വെട്ടണം. അങ്ങനെ ഇദ്ദേഹം യാത്ര തന്റെ വീട്ടിലേക്കാക്കി. വീട്ടിൽ പോയിട്ട് വലിയൊരു മഴു എടുത്തു. എന്നിട്ട് ആ മരത്തിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. മരത്തിന്റെ അവിടെ എത്താൻ നേരത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു മനുഷ്യന്റെ രൂപത്തിൽ വരികയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിക്കവിടെ, ഈ മരത്തെ നിങ്ങൾ വെട്ടരുത്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മരത്തെ എന്തായാലും വെട്ടും. അപ്പൊ ഇബ്ലീസും ഇയാളും തമ്മിൽ തല്ലായി. ഈ ചെങ്ങായി എന്ത് ചെയ്തു? ഇബ്ലീസിനെ നല്ല ഇടിയിടിച്ച് അങ്ങനെ ഇബ്ലീസിനെ 3 വട്ടം തോൽപ്പിച്ചു. ഇബ്ലീസ് പറഞ്ഞു, എന്നെ തല്ലല്ലേ, ഞാൻ നിനക്ക് ദിവസവും 4 ദിർഹം വെച്ച് നൽകാം, ഈ മരം നീ വെട്ടരുത്. അദ്ദേഹം പറഞ്ഞു, ആ ശരി. അദ്ദേഹം തന്റെ വീട്ടിലേക്ക് തന്നെ യാത്ര പോയി. അങ്ങനെ ഓരോ ദിവസവും 4 ദിർഹം വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. 4-ാമത്തെ ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസമായപ്പോൾ ദിർഹമൊന്നും കിട്ടുന്നില്ല. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇബ്ലീസേ, നീ എന്നെ പറ്റിച്ചില്ലേ. അങ്ങനെ ഇയാള് ഈ മരത്തെ ലക്ഷ്യമാക്കി വീണ്ടും പോവുകയാണ്. അങ്ങനെ ആ മരത്തിന്റെ അവിടെ എത്താൻ നേരത്ത് ഇബ്ലീസ് വീണ്ടും കണ്ടു. ഇബ്ലീസ് പറഞ്ഞു, നീ ഈ മരം വെട്ടരുത് പറഞ്ഞു. അങ്ങനെ ഇയാളും ഇബ്ലീസും തമ്മിൽ വീണ്ടും അടിയായി. ഇപ്രാവശ്യം ഈ മനുഷ്യന് നല്ല ഇടി കിട്ടി ഇബ്ലീസിന്റെ അടുത്ത് നിന്ന്. ഇബ്ലീസ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയും ചെയ്ത്. അങ്ങനെ ഇയാൾ പറഞ്ഞു, ഇന്നെ തല്ലല്ലേ പറഞ്ഞു. ഇബ്ലീസ് പറഞ്ഞു, ഇനി നീ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഈ മഴയിട്ട് നിന്റെ തല ഞാൻ അറക്കും പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ഞാൻ പോവാം. അതിനു മുമ്പ് ഒരു മിനിറ്റ്, പിന്നെ എന്താണ് ഇപ്രാവശ്യം നിങ്ങൾ എന്നെ പരാജയപ്പെടുത്താൻ കാരണം? ഇബ്ലീസ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ, നീ ആദ്യം മരം വെട്ടാൻ വരുന്ന സമയത്ത് നിന്റെ ചിന്ത അള്ളാഹ് എന്നൊരു ചിന്തയിലായിരുന്നു. അള്ളാഹു താലാക്ക് വേണ്ടിയിട്ടാണ് ഈ മരം ഞാൻ വെട്ടി നശിപ്പിക്കുന്നത് ഒരു ബോധത്തിലാണ് നീ വരുന്നത്. ആ സമയത്ത് നിന്നെ എനിക്ക് തടയാൻ പറ്റിയിട്ടില്ല. ഞാനേന്നല്ല, എന്റെ സൈന്യം മുഴുവനും വന്നാലും നിന്നെ തടയാൻ പറ്റൂല. കാരണം നീ ഇഖ്ലാസോട് കൂടി ആത്മാർത്ഥയോട് കൂടി അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നീ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നീ വന്നത് പൈസക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സിമ്പിളായിട്ട് നിന്നെ പരാജയപ്പെടുത്താൻ പറ്റി. ഇനി നീ ഇവിടെ നിന്നാ നിന്റെ കഴുത്തിന് ഞാൻ അറക്കും. അങ്ങനെ അദ്ദേഹം പോവുകയാണ്. ഇഖ്ലാസ് പറഞ്ഞ സംഭവം, ഏതൊരു ഹൈറായ വിഷയത്തിനും ഇഖ്ലാസ് നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ശൈത്താനെന്നല്ല ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റൂല.